കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്താക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അനുമതി നൽകില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും കക്കയത്ത് നിന്ന് രാഹുൽ സുരേഷും ചേരുകയാണ്. ആദ്യം സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ ചർച്ചകൾ പലവട്ടം നടത്തിയിട്ടും ഇതിൽ തീരുമാനമാകാതെ നീളുന്നത് എന്തുകൊണ്ടാണ്? വേണു, പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ഒന്ന്, നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണം. മറ്റൊന്ന്, കുടുംബത്തിലെ അംഗത്തിന് സർക്കാർ ജോലി നൽകണം. ഫെൻസിംഗ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കാട്ടുമൃഗങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം. തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് 2 തലങ്ങളിലുള്ള ചർച്ചകളായിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയത്. എന്നാൽ അത്തരമൊരു തീരുമാനങ്ങൾക്ക് പൂർണ്ണമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തങ്ങൾ അനുവദിക്കില്ല, അതിന് അനുമതി നൽകില്ല എന്ന ഒരു നിലപാടുമായി ബന്ധുക്കളും ഒപ്പം തന്നെ അവരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുവരെയും അവർ ഒപ്പിട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികളും ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഇതുവരെയും നടത്തിയിട്ടില്ല. നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് രാവിലെ 7 മണിക്ക് 7:30 ഇൻക്വസ്റ്റ് നടപടികളും തുടർന്ന് പോസ്റ്റ്മോർട്ടമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരം ഈ നടപടികൾ വൈകുന്നത്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ ഇനി എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഓർഡർ ഇട്ടുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് രാത്രി അത്തരത്തിലൊരു നടപടിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും സംസാരിക്കുമ്പോഴും തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ആ ഒരു സാഹചര്യത്തിൽ അനുമതി നൽകില്ല എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് ഉള്ളതുപോലെ കക്കയത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ കുടുംബത്തിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതാണ് ഏവരും കാത്തിരിക്കുന്നത്. നിലവിൽ അവർ ഇത്തരം ഒരു നടപടിയിലേക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്ത് അവർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ തന്നെയാണ് ഈ മൃതദേഹം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് അബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു, കക്കായത്തുണ്ടായിരുന്നു. അതിനൊടുവിൽ ഇന്ന് പല വിധത്തിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അനുകൂലമായ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടപടിക്ക് അനുമതി നൽകൂ എന്നുള്ള നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം വൈകുകയാണ്. ഒരുപക്ഷെ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. വേണു, ശരി. കക്കയത്ത് നിന്ന് രാഹുൽ സുരേഷും ചേരുന്നു. രാഹുൽ, എന്താണ് കക്കയത്തെ സാഹചര്യം? അവിടെ ഈ കാട്ടുപോത്തിനെ വയ്ക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ആശാവഹമായ പുരോഗതിയുണ്ടോ? ദൗത്യസംഘം നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായിട്ടും വേണു, എബ്രഹാമിന്റെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇതുവരെയും അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ 3 ചർച്ചകളും തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാകുന്നത്. രാവിലെ ഏതാണ്ട് ഈ സമരത്തിൽ 10-ൽ താഴെ മാത്രം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. സ്ത്രീകൾ, കുട്ടികൾ, അതോടൊപ്പം ഇവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനമുണ്ടാകാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ 5 മണിയോടുകൂടി താമരശ്ശേരി ബിഷപ്പും അതോടൊപ്പം എബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തും. അങ്ങനെ വരികയാണെങ്കിൽ പ്രതിഷേധം കൂടുതൽ കണക്കാൻ തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യങ്ങളിൽ നിന്നും സാധ്യതയുള്ളത്. ഇനി വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഉച്ചയോടുകൂടി നമ്മൾ DFOയുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ RRT സംഘം ഉച്ചയ്ക്ക് ശേഷം ഈ കക്കയത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സംഘം ഇവിടെ എത്തിയതായി നമുക്ക് നിലവിൽ യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കക്കയത്തെ ഫോറസ്റ്റ് വാച്ചർമാർ ഈ കാട്ടുപോത്തിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടികൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും രാവിലെ മുതൽ ആരംഭിച്ച നടപടിക്രമങ്ങളാണ്. ഇതുവരെയും അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.
അതിൽ വെല്ലുവിളിയായി ഉള്ളത് ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ്. അതിൽ അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തുക എന്നത് വളരെ വലിയ വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. നിലവിലെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഈ അക്രമം നടക്കുന്നതും എബ്രഹാം മരിക്കുകയും ചെയ്തത്. ഇപ്പോൾ സമയം 24 മണിക്കൂർ പിന്നിടുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനോ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നിലവിൽ നാട്ടുകാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. 800-ലധികം പോലീസ് സേനകളെ ഈ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. വേണു, രാഹുൽ, ഈ 50 ലക്ഷം അതുപോലെ തന്നെ കുടുംബത്തിന് ജോലി, ഈ ഉപാധികളാണ് ശക്തമായി കുടുംബം പറയുന്നത്. അതല്ലാതെ പോസ്റ്റ്മോർട്ടം അനുവദിക്കുകയില്ല എന്നുമാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ 2 വട്ട ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷം ചർച്ചകളൊന്നുമില്ലാത്ത സാഹചര്യമാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇതിൽ 50 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നാട്ടുകാരും അതോടൊപ്പം തന്നെ എബ്രഹാമിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ 10 ലക്ഷം രൂപ നൽകാമെന്ന് സർക്കാർ ഇന്നലെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് അടിയന്തരമായി നൽകാമെന്നും ബാക്കിയുള്ള 5 ലക്ഷം രൂപ ഈ സർട്ടിഫിക്കറ്റുകൾ കൈമാറുന്ന സാഹചര്യത്തിൽ നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം. പക്ഷെ അതിന് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിലവർ പറയുന്നത് മുമ്പും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടന്നപ്പോൾ നൽകിയ ഉറപ്പുകൾ ഉറപ്പുകളായി മാത്രം നിലനിൽക്കുകയാണ്. കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സഹായവും മറ്റു കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യക്തമായ ഉറപ്പുകൾ രേഖാമൂലം നൽകാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് പറയുന്നത്. രാവിലെ ജനപ്രതിനിധികളും ഈ ആളുകളും കുടുംബാംഗങ്ങളും തമ്മിലായിരുന്നു ആദ്യ ചർച്ച. അത് പരാജയപ്പെട്ടു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ജനപ്രതിനിധികളും തമ്മിൽ ചർച്ച നടത്തി. അതും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അല്പസമയത്തിന് മുമ്പ് വനം മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. അതും വിഫലമായതോടുകൂടിയാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ പോകുന്നത്. താമരശ്ശേരി ബിഷപ്പായിരിക്കും തുടർ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. വേണു, ശരി. കക്കയത്ത് നിന്ന് രാഹുൽ സുരേഷും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദുമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.